ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സിനിമ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. മലയാളികളുടെ കാതിൽ എക്കാലവും മുഴങ്ങുന്ന ഒരു ശബ്ദമുണ്ട്. കണ്ണടച്ച് കിടക്കുമ്പോൾ നമ്മെ താരാട്ട് പാട്ടുപാടി ഉറക്കുന്ന ഒരു ശബ്ദം. പ്രണയം തോന്നുമ്പോൾ, സങ്കടം വരുമ്പോൾ, ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നുമ്പോഴൊക്കെ ഒരു സാന്ത്വനമായി ആ ശബ്ദം നമുക്കൊപ്പമുണ്ടായിരുന്നു. റേഡിയോയിലൂടെയോ കാസറ്റുകളിലൂടെയോ ഇന്ന് സ്മാർട്ട് ഫോണുകളിലൂടെയോ ആ നാദം നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. എന്നാൽ ആ ശബ്ദം നിലച്ചിരിക്കുന്നു. ഇന്ത്യയുടെ വാനമ്പാടി നമ്മുടെ സ്വന്തം ജാനകിയമ്മ ഓർമ്മകളുടെ സംഗീത ലോകത്തേക്ക് യാത്രയായി. ആയിരത്തി 1938 ഏപ്രിൽ 23 ആന്ധ്രയിലെ ഗുണ്ടൂരിനടുത്തുള്ള ശ്രീരാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി അവൾ ജനിച്ചു. സംഗീതം ജീവശാസ്ത്രമായി കണ്ട ആ പെൺകുട്ടിക്ക് മുന്നിൽ പിന്നീട് ലോകം മുഴുവൻ കാതോർത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 1956 ചെന്നൈയിലെ AVM സ്റ്റുഡിയോയിൽ കോറസ് പാടിക്കൊണ്ടായിരുന്നു ആ യാത്രയുടെ തുടക്കം. അധികം വൈകാതെ 1957 വിധീൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിലൂടെയും MLA എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയും S ജാനകി എന്ന ഗായിക ജനിച്ചു. അവിടുന്ന് തുടങ്ങിയ ആ സംഗീതം പിന്നീട് 17 ഭാഷകളിലായി 48,000-ലധികം ഗാനങ്ങളായി പെയ്തിറങ്ങി. ജനിച്ചത് ആന്ധ്രയിലായിരുന്നുവെങ്കിലും ജാനകിയമ്മ ശരിക്കും ജീവിച്ചത് മലയാളികളുടെ ഹൃദയത്തിലാണ്. ഒരു അന്യഭാഷ ഗായിക മലയാളം ഉച്ചരിക്കുമ്പോൾ വരുന്ന പോരായ്മകൾ പലരും പറയാറുണ്ട്. എന്നാൽ ജാനകിയമ്മ മലയാളത്തിൽ പാടുമ്പോൾ ആ വാക്കുകൾക്ക് വല്ലാത്തൊരു ഭംഗിയായിരുന്നു. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തിയ ആ ശബ്ദത്തെ അക്ഷരാർത്ഥത്തിൽ അനശ്വരമാക്കിയത് ഇതിഹാസ സംഗീത സംവിധായകൻ MS ബാബുരാജാണ്. ബാബുരാജിന്റെ ഈണങ്ങൾക്ക് ഏറ്റവും കൃത്യമായ ഭാവം നൽകുവാൻ കഴിഞ്ഞത് ജാനകിയമ്മയ്ക്കായിരുന്നു. തളിരിട്ട കിനാക്കൾ തൻ, വസന്ത പഞ്ചമി നാളിൽ, സൂര്യകാന്തി, ഈ പാട്ടുകളിലെ വിരഹവും സങ്കടവും ജാനകിയമ്മ പാടുമ്പോൾ നമ്മൾ അനുഭവിച്ചറിയുകയായിരുന്നു. ദക്ഷിണാമൂർത്തി, MK അർജുനൻ, രവീന്ദ്രൻ മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ, അങ്ങനെ മലയാളത്തിലെ എല്ലാ അതുല്യ പ്രതിഭകൾക്കും ജാനകിയമ്മ പ്രിയപ്പെട്ടവളായി മാറി. ജാനകിയമ്മയുടെ ശബ്ദത്തിലെ വൈവിധ്യം ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഒരു ചെറിയ കുട്ടിയുടെ ശബ്ദത്തിലും പ്രണയിനിയായും വയസ്സായ അമ്മയായും പാടുവാൻ ആ ശബ്ദത്തിന് കഴിഞ്ഞു. തമിഴകത്ത് ഇളയരാജ S ജാനകി കൂട്ടുകെട്ട് സൃഷ്ടിച്ച തരംഗം സമാനതകളില്ലാത്തതാണ്. SP ബാലസുബ്രഹ്മണ്യവും ജാനകിയമ്മയും ചേർന്ന് പാടിയ പാട്ടുകൾ ഇന്നും ദക്ഷിണേന്ത്യയിലെ പ്രണീതാക്കളുടെ ദേശീയ ഗാനങ്ങളാണ്. സെന്തൂരപ്പൂവേ, മച്ചാനെ പാത്തിങ്ങള, അങ്ങനെ എത്ര ഹിറ്റുകൾ. 4 ദേശീയ അവാർഡുകൾ, 33 സംസ്ഥാന പുരസ്കാരങ്ങൾ. ഇതൊന്നും അവരെ അഹങ്കാരിയാക്കിയില്ല. സംഗീത ലോകത്തെ ആ വലിയ പ്രതിഭ എന്നും ഒരു പാവം അമ്മയായി വളരെ ലളിതമായാണ് ജീവിച്ചത്. 2013 കേന്ദ്ര സർക്കാർ അവർക്ക് പത്മഭൂഷൺ പ്രഖ്യാപിച്ചപ്പോൾ ദക്ഷിണേന്ത്യൻ കലാകാരന്മാരെ രാജ്യം വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്ന് തുറന്നു പറഞ്ഞ് ആ പുരസ്കാരം അവർ സ്നേഹപൂർവ്വം നിരസിച്ചു. അവരുടെ ആ നിലപാട് ആർജവമുള്ളതായിരുന്നു. 2016 10 കൽപ്പനകൾ എന്ന മലയാള ചിത്രത്തിലെ അമ്മപ്പൂവിന് എന്ന താരാട്ടുപാട്ട് പാടിക്കൊണ്ട് ജാനകിയമ്മ തൻ്റെ സംഗീത ജീവിതത്തോട് ഔദ്യോഗികമായി വിട പറഞ്ഞു. ഒരുപക്ഷെ മലയാളികൾ നൽകിയ സ്നേഹത്തിനുള്ള അവരുടെ അവസാനത്തെ സമ്മാനമായിരുന്നു അത്. ഇന്നവർ ഭൗതികമായി നമ്മളോടൊപ്പമില്ല. ആ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോകൾ ഇന്ന് നിശബ്ദമാണ്. പക്ഷേ പ്രിയപ്പെട്ട ജാനകിയമ്മയെ, നിങ്ങൾ പാടിവെച്ച ആ ഈണങ്ങൾക്ക് ഒരിക്കലും മരണമില്ല. മലയാളികൾ ഉള്ളിടത്തോളം കാലം ആ താരാട്ടുപാട്ടുകൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട വാനമ്പാടിക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമംഗളങ്ങൾ. ജാനകിയമ്മയുടെ പാട്ടുകളിൽ നിങ്ങളുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഗാനം ഏതാണ്? താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുവാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.